ദൈവശബ്ദം നിങ്ങൾ കേൾക്കണം. ഞാനും കർത്താവോട് പറയുന്ന കാര്യമുണ്ട്. കർത്താവേ, ആ ശബ്ദം എന്നെ ഒന്ന് എന്ത് ചെയ്യണം? മാനുഷികമായിട്ടൊക്കെ ഒത്തിരി കേട്ട് നമ്മൾ മടുത്തവരാ. മാനുഷികമായ വാക്കുകളൊക്കെ കേൾക്കുകയാണെങ്കിൽ നമ്മൾ ഓടിവിടുന്നു. സ്തോത്രം. മാനുഷിക വാക്ക് കേൾക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓടിവിടുന്നു. സ്തോത്രം. പക്ഷേ ദൈവശബ്ദം കേട്ടാൽ, ആമേൻ പറഞ്ഞേ, ആമേൻ പറഞ്ഞേ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ എൻ്റെ അച്ചായന്മാരോട് ചോദിക്കുക, ഇത്രയും പേര് ഇന്ന് രാത്രി ഇവിടെ വന്നല്ലോ, നിങ്ങൾക്ക് ഒരു അനുഗ്രഹമുണ്ട്, ഓഹരിയുണ്ട്. ദൈവശബ്ദം കേൾക്കാൻ നിങ്ങൾ കൊതിക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കണം, ദൈവശബ്ദം കേൾക്കണം. അതൊരു അശരീരിയല്ല, വ്യക്തമായ വാക്ക്. ഒരിക്കൽ ദൈവം എന്നോട് പറഞ്ഞ, ഞാൻ ദൈവശബ്ദം കേട്ടു, പല പ്രാവശ്യം ദൈവശബ്ദം കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ദൈവശബ്ദം കേട്ടിട്ടുണ്ട്, പറഞ്ഞ കീറിക്കളയാൻ തയ്യാറാണെങ്കിൽ പ്രവർത്തിക്കാൻ ഞാൻ ശക്തനാ. അത്രേ കേട്ടുള്ളൂ. ഡോക്ടർമാർ എഴുതി തന്നത് ഫയലിനകത്ത് വെച്ചത് കീറിക്കളഞ്ഞു. ആ മാസം ദൈവം മൂത്ത കുഞ്ഞിനെ തന്നു. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ പറഞ്ഞതാ. ദൈവത്തിൻ്റെ വാക്തത്വം വ്യക്തമാ, ദൈവത്തിൻ്റെ ശബ്ദം വ്യക്തമാ. അത് അശരീരിയല്ല, ഊഹാഭോഗമല്ല. ആമേൻ. ഇന്ന് രാത്രി ആത്മാവി പറയാ, ഈ മരുഭൂമിയിൽ നിന്നെ കൊണ്ടിട്ടത് അപ്പായിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനാ.